എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷുഫലം 2026 വിഷുഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഉത്രം നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി കുറച്ച് ദോഷങ്ങളും അതിനുശേഷം വളരെയധികം ഗുണങ്ങളും ഉള്ള ഒരു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം. ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് ഈ 2026 വിഷു വർഷം ഉത്രം നക്ഷത്രക്കാർക്ക്. സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ആ 6 മാസ കാലയളവിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് ഉത്രം നക്ഷത്രക്കാർക്ക്. വ്യവസായങ്ങളൊക്കെ ചെയ്യുവാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൂട്ടുകച്ചവടമൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അത് വളരെയധികം ആലോചിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വിദ്യാർത്ഥികളായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിലൊക്കെ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുകയും നല്ല സുഹൃത്ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. വിദേശത്തൊക്കെ പോകാൻ ഇരിക്കുന്ന ഉത്രം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ, ജോലിയോടൊപ്പം പഠനം എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിൽ ഇരിക്കുന്നവരാണ് എങ്കിൽ അവർക്കൊക്കെ ജോലി കിട്ടാനും പഠനത്തിനും ഉള്ള ഒരു നല്ല സമയമാണ് ഈ 2026 വിഷു വർഷം. കുടുംബപരമായി പറയുകയാണെങ്കിൽ കുടുംബത്തിൽ പൊതുവെ സമാധാനമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അച്ഛനമ്മമാരോട് വാക്കുതർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് മുൻപോട്ട് പോവുക. മക്കളുടെ പഠനകാര്യത്തിന് എടുത്തു വച്ചിരിക്കുന്ന പണം മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട അവസരം വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണങ്ങളൊക്കെ ലഭിക്കുന്ന, പുതിയ ഗൃഹം വാങ്ങിക്കുന്ന ഒരു കാലയളവാണ് ഈ 2026 വിഷു വർഷം ഉത്രം നക്ഷത്രക്കാർക്ക്. വാഹനം കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. വിവാഹപരമായി പറയുകയാണെങ്കിൽ ഉത്രം നക്ഷത്രത്തിലുള്ള പുരുഷന്മാർക്ക് ഈ 6 മാസ കാലയളവ് അത്ര നല്ല കാലയളവല്ല. 6 മാസത്തിന് ശേഷം കുഴപ്പമില്ലാതെ മുൻപോട്ട് പോകുന്നതാണ്. ഉത്രം നക്ഷത്രത്തിലുള്ള സ്ത്രീജനങ്ങൾക്ക് ഈ വർഷം മുഴുവൻ വിവാഹത്തിന് പറ്റിയ സമയമാണ്. പലതരത്തിലുള്ള രോഗങ്ങളെല്ലാം ബുദ്ധിമുട്ടിച്ചിരുന്ന ആണ് നിങ്ങളെങ്കിൽ ആ രോഗങ്ങളെല്ലാം മാറി സുഖം പ്രാപിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഉത്രം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആദിത്യന് പൊങ്കാല അർപ്പിക്കുക. മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും ചെയ്യണം. അത് വീടിൻ്റെ മുറ്റത്ത് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ ശാസ്താവിനെ നീലാഞ്ജനം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും, ശ്രീധർമ്മ അഷ്ടോത്തര ശതനാവലി ശനിയാഴ്ച ദിവസം രാവിലെയോ വൈകുന്നേരമോ കൃത്യമായി ജപിച്ച് പോരുന്നതും ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ലതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തി സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാവലി ജപിക്കുന്നതും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ വിഘ്നേശ്വരനെയും ദേവിയെയും ആദിത്യനെയും എല്ലാം ഭജിക്കുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം ഉത്തമമാണ്. അതുപോലെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു വർഷം വളരെയധികം ഉത്തമമാണ്. എല്ലാ ഉത്രം നക്ഷത്രക്കാർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.